അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കോട്ടുവ ഇടുക എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും കോട്ടുവ ഇട്ടാൽ അവൻ അതിനെ പറ്റുന്ന അത്ര തടഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇങ്ങനെ വായൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇങ്ങനെ എന്നൊക്കെ പോവുകയാണെങ്കിൽ വാ അടച്ചു പിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് പൊത്തി പിടിക്കാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ചുണ്ട് പിടിക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അത് തടയാൻ നമ്മളെ കൊണ്ട് അന്നേരം പറ്റുന്ന അത്രയും തടയുക. അതുമാത്രമല്ല, അത് സംഭവിക്കുന്ന സമയത്ത് ഇനി ആരെങ്കിലും ഹ എന്ന് പറഞ്ഞാൽ പിശാച് അവനെ നോക്കി ചിരിക്കും. അതായത് പിശാച് ജയിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ശബ്ദമുണ്ടാകാൻ ഇങ്ങനെ എന്നൊക്കെ കേൾപ്പിക്കാതെ കോട്ടുവായിടുകയോ എത്രയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയും കൺട്രോൾ ചെയ്യുകയും ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുക. അതിനുശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയുകയും ചെയ്യുക. അതിനുശേഷം പിശാചിൽ നിന്നും സഹായം അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അത്തഫാഉബു മിനശ് ശൈത്വാനി ഫഇദാ തസഅബ അഹദുക്കും ഫൽയറുദ്ദഹു മാ സതഅ ഫഇന്ന അഹദക്കും ഇദാ ഖാല ഹാ ദഹിക ശൈത്വാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഒരു ദിവസം, യുദ്ധ ദിവസമായിരുന്നു, ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം. അന്ന് മുശ്രിക്കൂൻ തോൽപ്പിക്കപ്പെട്ടു. അതായത് വിഗ്രഹാരാധകര്, ബഹുദൈവാരാധകര്, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കു എന്നുകൊണ്ട്. പിശാച് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങളുടെ പുറകിലുള്ള ശക്തികളെ സൂക്ഷിക്കുക, അതായത് പട്ടാളക്കാരെ. അങ്ങനെ വന്നപ്പോൾ മുമ്പിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് പുറകിലുണ്ടായിരുന്ന മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. അവർ വിചാരിച്ചു അത് മുശ്രിക്കുകളായിരിക്കുമെന്ന്. അപ്പോൾ മുസ്ലിങ്ങൾ പുറകിലുള്ളവരും മുമ്പിലുള്ളവരും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഹുദൈഫ തിരിഞ്ഞു നോക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ യമാനെ കണ്ടു. മുസ്ലിങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകളെ, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്. പക്ഷേ അള്ളാഹുവാണെ അവർ അദ്ദേഹത്തിനെ കൊല്ലുന്നത് വരെ നിർത്തിയില്ല. അപ്പോൾ ഇബ്ലീസ് കയറി ശരിക്കും അങ്ങോട്ട് അവരെ അങ്ങ് മയക്കി കളഞ്ഞു. മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്ന അവസ്ഥയിൽ എത്തി. പിന്നെ യുദ്ധമാണ്, നോക്കി നിൽക്കാനോ അന്വേഷിക്കാനോ പിടിക്കാനോ എന്നുള്ള സമയമില്ല. അങ്ങോട്ട് വെട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടും, അതാണ് അവസ്ഥ. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഹുദൈഫ പറയുന്നു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഉർവ പറഞ്ഞു, ഹുദൈഫ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊന്ന കൊലയാളി ആയ മുസ്ലിമിന് വേണ്ടി തുടർച്ചയായി ദുആ ചെയ്തുകൊണ്ടിരുന്നു, അള്ളാഹുവിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നതുവരെ. അതായത് മരണം വരെ ഹുദൈഫ ഇബ്നു യമാൻ അദ്ദേഹത്തിൻ്റെ പിതാവായ മുസ്ലിമായ മനുഷ്യനെ യുദ്ധത്തിൽ കൊന്ന മനുഷ്യന് വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് വലമ്മാ കാന യൗമു ഉഹദിൻ ഖുസിമൽ മുശ്രികൂന ഫസ്വഹ ഇബ്ലീസ് ഐ ഇബാദല്ലാഹ് ഉഖ്റാകും ഫറജഅത് ഔലാഹും فاجتلدت هي وأخراهم فنظر حذيفة فإذا هو بأبيه اليماني فقال أي عباد الله أبي فوالله ما احتجنوا حتى قتلوه. فقال حذيفة غفر الله لكم. قال عروة فما زالت في حذيفة منه بقية خير حتى لحق بالله. അപ്പം നമുക്ക് പാർക്കിങ്ങിലൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗഫറല്ലാഹുലക്കും, അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ചെയ്യാവുന്നതാണ്. മലയാളത്തിലും ചെയ്യാം, അറബിയിൽ പഠിക്കാനും ഓർത്തു വയ്ക്കാനും കഴിവുള്ളവർ അങ്ങനെ ചെയ്യുക. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന ആളെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, അത് നിങ്ങളുടെ നമസ്കാരങ്ങളിൽ നിന്നും പിശാച് കട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നതാണ് നമ്മുടെ നമസ്കാരത്തിൻ്റെ ഇച്ചിരി ഭാഗങ്ങൾ പോയി എന്ന് വെച്ചാൽ പിശാച് നമസ്കാരം കട്ടെടുത്തു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടം വന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ 751 ഹദീസിൽ നമ്മൾ കണ്ടതാണ്. عن عائشة رضي الله عنها سألت النبي صلى الله عليه وسلم عن التفات الرجل في الصلاة فقال هو اختلاس يختلس الشيطان من صلاة أحدكم. അബൂ ഖതാദ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു നല്ലതായ സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു, ചീത്ത സ്വപ്നം പിശാചിൽ നിന്നുള്ളതാകുന്നു, അല്ലെങ്കിൽ ശൈത്വാനിൽ നിന്ന് ഉള്ളതാകുന്നു. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചീത്ത സ്വപ്നം കണ്ടാൽ, എന്നിട്ട് നിങ്ങൾ പേടിച്ചാൽ, ഇടതുവശത്തേക്ക് അവൻ തുപ്പട്ടെ. എന്നിട്ട് അവൻ അള്ളാഹുവിനോട് പിശാചിൽ നിന്നും സഹായം ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഇടത്തേക്ക് ഇങ്ങനെ തുപ്പല്ല, വെറുതെ ശബ്ദം മാത്രം, കാറ്റ് മാത്രം ഇങ്ങനെ തുപ്പിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. അതിനുശേഷം അവനെ ആ ഉപദ്രവം ബാധിക്കുകയില്ല. ഹദസനി അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖതാദത
عن أبيه قال قال النبي صلى الله عليه وسلم الرؤيا صالحة من الله والحلم من الشيطان فإذا حلم أحدكم حلما يخافه فليبصق عن يساره وليتعوذ بالله من شرها فإنها لا تضره. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ദിവസത്തിൽ 100 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞാൽ, അതായത് ആരാധനയ്ക്ക് അർഹൻ ആയി ആരും ഇല്ല അള്ളാഹു അല്ലാതെ, അവൻ മാത്രമേ ഉള്ളൂ, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, സർവ്വതിൻ്റെയും ആധിപത്യം അവനുള്ളതാകുന്നു, അതായത് ഭൂലോകം അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സ്, ഇത് മുഴുവൻ അതിൻ്റെ രാജാധികാരവും അവനുള്ളതാകുന്നു സർവസ്തുതിയും, അവന് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്, സർവശക്തനാണ്. ഇത്രയും പറഞ്ഞാൽ അവന് 10 അടിമകളെ മോചിപ്പിക്കുന്ന കൂലി കിട്ടും. അതുകൂടാതെ 100 നന്മകളും അവൻ്റെ പേരിൽ അവൻ്റെ അക്കൗണ്ടിൽ എഴുതി വയ്ക്കും. അവൻ്റെ പേരിൽ നിന്നും 100 തിന്മകൾ മായ്ച്ചു കളയും. അന്നത്തെ ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ അവൻ പിശാചിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അന്നേ ദിവസം അവനേക്കാളും മഹത്വമുള്ള ആരും ഉണ്ടായിരിക്കുകയില്ല, അവനേക്കാൾ കൂടുതൽ ചെയ്തവർ ഒഴികെ. അതായത് ഈ ദിക്റുകൾ 101 അല്ലെങ്കിൽ 200 ചൊല്ലിയവർ മുകളിലായിരിക്കും, അല്ലാതെ ആരും അവൻ്റെ മുകളിൽ ഉണ്ടാവുകയില്ല. അന്നത്തെ ദിവസം ഏറ്റവും വലിയ ആളായിരിക്കും ആള്. അത്ഭുതകരമായ ഹദീസാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير في يوم 100 مرة كان له عدل 10 رقاب وكتبت له 100 حسنة ومحيت عنه 100 سيئة وكانت له حرزا من الشيطان يومه ذلك حتى يمسي ولم يأتي أحد بأفضل مما جاء به إلا أحد عمل أكثر من ذلك. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് നമ്മൾ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്ക് ശേഷമുള്ള ദുആയാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, കൂടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും നന്മകൾ ചെയ്യുന്നതിനെ ആയിരിക്കും. പല രീതിയിലുള്ള നന്മകളും നമസ്കാരം, നോമ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഇതേ ദിക്ർ തന്നെ 100-ലധികം തവണ ചൊല്ലുന്നത് ആയിരിക്കും. സഅദ് ഇബ്നു അബി വഖാസ് വിശദീകരിക്കുന്നു, ഒരിക്കൽ ഉമർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അനുവാദം ചോദിച്ചു. അതായത് ആളുകൾ വരും, പാതൊക്കെ നിന്നിട്ട് വേലക്കാരനോ അല്ലെങ്കിൽ സഹായിയായ ഒരാളുണ്ടാവും, ആളോട് ചോദിക്കും, ആളകത്ത് പോയി അനുവാദം ചോദിച്ചിട്ട് വരും. എന്നിട്ട് അനുവാദം കിട്ടിയാൽ അകത്തേക്ക് പോവാം, അല്ലെങ്കിൽ കാത്തു നിൽക്കണം, അതല്ലെങ്കിൽ തിരിച്ചു പോവാം. അതാണ് രീതി. പക്ഷെ അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖുറൈശികളായ കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ധനസഹായമാണ് ചോദിച്ചുകൊണ്ടിരുന്നത്, അതായത് പൈസ വേണം, പട്ടിണിയായിരിക്കും. അവർ ശബ്ദം ഉയർത്തുന്നുണ്ടായിരുന്നു. ഉമർ കയറാനുള്ള അനുവാദം ചോദിച്ചു, പെണ്ണുങ്ങളെല്ലാവരും. അപ്പോൾ അതായത് വേലക്കാരൻ വന്നിട്ട് റസൂലെ ഉമറത്തേക്ക് വരാൻ അനുവാദം ചോദിക്കുന്നു, എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അത് കേട്ടപ്പോഴത്തേക്കും സഹാബിയാത്തുകൾ, നമ്മൾ വെറുതെ കൊച്ചാക്കി കളയരുത്, വലിയ ആളുകളാണ് അവരെല്ലാവരും തിരക്ക് പിടിച്ച് മറ ഇടാൻ ശ്രമിച്ചു. അതായത് അങ്ങോട്ട് മാറി നിൽക്കുകയോ ഒളിച്ചു നിൽക്കുകയോ അതല്ലെങ്കിൽ തുണിയെല്ലാം എടുത്തിട്ട് മൂടുകയോ അങ്ങനെ എന്തോ ചെയ്തു. ഒരു മറ ഉണ്ടാക്കാൻ വേണ്ടി തിരക്ക് പിടിച്ച് ശ്രമിച്ചു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ അകത്തേക്ക് വിളിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നുണ്ടായിരുന്നു. ഉമർ ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, അള്ളാഹു താങ്കളെ എപ്പോഴും സന്തോഷവാനാക്കി ഇരുത്തട്ടെ എന്നൊരു ദുആ ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുവാണ് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ. അവരെൻ്റോടൊപ്പം ആയിരുന്നു. നിൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കും അവരെല്ലാവരും ഓടി ഒളിച്ചു അല്ലെങ്കിൽ മറഞ്ഞു. അപ്പോൾ അവിടെ തൊട്ടടുത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലായി. അതിൽ ഈ പുറവസ്തവാദിക്ക് കൂടെ ഇറങ്ങി ഓടുകയോ അതല്ലെങ്കിൽ പുറത്തിറങ്ങി ഒളിച്ച് നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. എനിക്ക് അത്ഭുതം തോന്നുന്നു, നിൻ്റെ ഒച്ച കേട്ടപ്പോഴത്തേക്കും ഇതുങ്ങളെല്ലാവരും തിരക്ക് പിടിച്ച് ഒളിച്ചിരിക്കുന്നു. ഉമർ പറഞ്ഞു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, അവർ താങ്കളെയല്ലേ എന്നേക്കാളും കൂടുതൽ ഭയക്കേണ്ടത്, അല്ലെങ്കിൽ താങ്കൾക്കല്ലേ ഭയക്കാനുള്ള ഏറ്റവും കൂടുതലുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം എന്നേക്കാളും. എന്നിട്ട് അദ്ദേഹം സ്ത്രീകളോട് പറഞ്ഞു, അല്ലയോ നിങ്ങളുടെ തന്നെ ആത്മാക്കളുടെ ശത്രുക്കളെ, അതായത് സ്വയം നാശം വരുത്തുന്നവരെ എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ ഭയക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയക്കുന്നില്ല. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഒരു വാശിയോടെ പറയുന്ന പോലെ, അതെ, നീ ഭീകരനാണ്, പേടിപ്പെടുത്തുന്നവനാണ്, നീ ഭയങ്കരമായ പേടി തോന്നിപ്പിക്കുന്ന ആളാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായി താരതമ്യം ചെയ്താൽ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ആരുടെ കയ്യിലാണോ എൻ്റെ ആത്മാവ് ഉള്ളത്
അതായത് അള്ളാഹുവാണ് സത്യം. എപ്പോഴൊക്കെ പിശാച് നീ ഒരു വഴിയിലൂടെ പോകുന്നത് കാണുന്നുവോ അപ്പോഴൊക്കെ പിശാച് വേറെ വഴിയിലൂടെ പോകും. അതായത് നീ ഏത് വഴിയിലാണ് പോകുന്നത് ആ വഴിയുടെ പിശാച് വരില്ല. എന്ന് വെച്ചാൽ പിശാചിന് ഉമറിനെ പേടിയാണ്. അതല്ലെങ്കിൽ പിശാച് തോറ്റ് മടുത്ത് ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല, ഇത് അങ്ങേറ്റത്തുള്ള മുസ്ലിമാണ്, ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ, അതല്ലേ അങ്ങോട്ട് ചെന്നാൽ ഞാൻ വഴിതെറ്റിപ്പോവും, അല്ലെങ്കിൽ പിശാചിൻ്റെ പണി നിർത്തിയിട്ട് മുസ്ലിം ആവേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടും ആവാം. അള്ളാഹു ആലം. വേറെ കാര്യം ഓർക്കുക, നമ്മൾ സംസാരിക്കുന്നത് ഭൂമുഖത്തുകൂടെ നടന്നിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും നല്ല മനുഷ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാത്രമല്ല റസൂൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നീ മൂസാ നബിയെ പോലെയാണ്, അതല്ലെങ്കിൽ നീ നൂഹ് നബിയെ പോലെയാണ്. അതായത് കടുകട്ടി ശത്രുക്കളെ നശിപ്പിച്ച് കളയുക, അങ്ങനെയുള്ള രീതിയിലുള്ള ആളാണ്. അതുമാത്രമല്ല ഇനി എനിക്ക് ശേഷം ഒരു നബി ഉണ്ടായിരുന്നെങ്കിൽ അത് നീ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി നമുക്ക് പഠിക്കാം, ദുആ ചെയ്യുക. അബാഹു സഅദ് ബിൻ അബി വഖാസിൻ ഖാല ഇസ്തഅദന ഉമറു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു നിസാഉൻ മിൻ ഖുറൈശിൻ യുകല്ലിംനഹു വയസ്തക്സിർനഹു ആലിയതൻ അസ്വാതുഹുന്ന فلما استأذن عمر قمنا يبتدرن الحجاب فأذن له رسول الله صلى الله عليه وسلم ورسول الله صلى الله عليه وسلم يضحك فقال عمر أضحك الله سنك يا رسول الله قال عجبت من هؤلاء اللائي كنا عندي فلما سمعنا صوتك ابتدرن الحجاب قال عمر فأنت يا رسول الله كنت أحق أن يهبنا ثم قال أي عدوات أنفسهن تهبنني ولا تهبن رسول الله صلى الله عليه وسلم قلنا نعم أنت أفضل وأعلظ من رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم والذي نفسي بيدي ما لقيك الشيطان قط سالكا فجا ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഖുറൈശി സഹാബിയാത്തുകൾ പൈസ ചോദിക്കുകയായിരുന്നു, അവരെ ശബ്ദം ഉയർത്തുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയാണ്, ഒരിക്കലും സഹാബിയാത്ത് അങ്ങനെ തെറ്റ് ചെയ്യാൻ വഴിയില്ല. ഇത് ഒരു പക്ഷേ റസൂലിൻ്റെ മുമ്പിൽ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്നുള്ളൊരായത്തുണ്ട്, ആ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും. കാരണം അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്യില്ലല്ലോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങൾ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉളു എടുക്കുക, അവൻ വെള്ളം ഒഴിച്ച് മൂക്ക് കഴുകണം, മൂക്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീറ്റി കഴുകണം, അത് 3 പ്രാവശ്യം ചെയ്യണം. കാരണം പിശാച് രാത്രിയിൽ നിങ്ങളുടെ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ മുകൾ എന്ന് പറയുന്നത് മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഉള്ളിൽ കയറി ആ സോഫ്റ്റ് ആയിട്ടുള്ള മൂക്കിൻ്റെ അല്ലെങ്കിൽ തലയോട്ടി തുടങ്ങുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അത് മൂക്കിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്, മൂക്കിൻ്റെ മുകളിൽ അല്ല, മൂക്കിൻ്റെ പുറത്തല്ല, മുകൾ ഭാഗത്ത്. അപ്പോൾ അതിൽ കൂടെ വെള്ളം കയറ്റി ചീറ്റി കഴുകി കളയണം എന്നാണ് പറയുന്നത് രാവിലെ ഉളു എടുക്കുന്ന ആൾ. വിശദീകരണത്തിൽ പറയുന്നു, മൂക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭാഗത്ത്, അതായത് മൂക്കിനെ താഴ്ന്ന ഭാഗം ഉയർന്ന ഭാഗം എന്നൊക്കെ തീരുമാനിച്ചാൽ മുകൾ ഭാഗത്തുള്ള ഭാഗത്ത് ആണ് പിശാച് കയറിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ എളുപ്പമല്ല. കാരണം ഇത് നമുക്ക് കാണാൻ പറ്റാത്ത ഗോപ്യമായ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് യാതൊരു വിവരവും ഐഡിയയും ഇല്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നതല്ലാതെ. അല്ലാതെ അതിനകത്ത് എങ്ങനെയാണ് പിശാച് കയറുക? അപ്പോൾ പിശാച് എന്ന് പറഞ്ഞാൽ മൂട്ട പോലെ അല്ലെങ്കിൽ ഈച്ച പോലെ ചെറിയ സാധനമാണോ, ആനയാണോ, ചേനയാണോ, ഇതൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റാത്ത, നമുക്ക് ഒരു രീതിയിലും അറിയാൻ പറ്റാത്ത, നമുക്ക് ഒരു രീതിയിലും ഊഹിക്കാനോ അങ്ങനെയൊന്നും സങ്കല്പിക്കാനോ പറ്റാത്ത, അതുപോലെ തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഞാനത് വായിക്കുകയാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്നും കാക്കട്ടെ. ഈ നേരം വിളക്കുമ്പോഴത്തേക്ക് മുഖി കയറിയിരുന്ന് മൂത്രമൊഴിക്കേണ്ട വല്ല കാര്യമുണ്ട് പിശാചിന്? നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നതാണ്. പടച്ചവൻ അതിനു വേണ്ടി മാത്രം പടച്ചുവിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് അതിന് രക്ഷപ്പെടാൻ നമുക്ക് മാർഗ്ഗങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകം കൂലിയും കിട്ടും, അഡീഷണലായിട്ട് എക്സ്ട്രാ. അപ്പോൾ അള്ളാഹു നമ്മളെ സഹായിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഇസ്തൈഖള മിൻ മനാമിഹി ഫതവദ്ദഅ ഫൽയസ്തൻസിർ സലാസൻ ഫഇന്ന ശൈത്വാന യബീതു അലാ ഖൈശൂമിഹി. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യബീതു എന്നാണ്. അതായത്
വീട് വെച്ച് താമസിക്കുക എന്നാണ്, ബൈത്ത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് പിശാച് രാത്രി മിക്കവാറും നമ്മുടെ മൂക്കിൻ്റെ മുകൾ ഭാഗത്താണ് താമസിക്കുന്നത്, അലി വന്ന് കിടന്ന് ഉറങ്ങുന്നത്. ബീത്തു എന്ന് പറഞ്ഞാൽ രാപ്പാർക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കര കഷ്ടം തന്നെയാണ്. എന്നും കേട്ട് പേടിച്ച് രാത്രി ഉറക്കം വരാതിരിക്കുകയൊന്നും വേണ്ട. അതിനുള്ള ദുആയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിഹ, ആയത്തുൽ കുർസി, ആമന റസൂല്, അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകളും ആയത്തുകളൊക്കെ ഇതേ നിരയിൽ ഓതി ഫാത്തിഹ ഓതുമ്പോഴും നെഞ്ചത്തൂതുക, ആയത്തുൽ കുർസി ഓതുമ്പോഴും നെഞ്ചത്തൂതുക, ആമന റസൂൽ ഓതുമ്പോഴും നെഞ്ചത്തൂതുക, നാസ് ഓതുമ്പോഴും നെഞ്ചത്തൂതുക. എന്നിട്ട് അല്ലാഹു വിസ്മിക അമൂതു അഹ്യ എന്ന് പറഞ്ഞ് ഉറങ്ങുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എണീറ്റിരിക്കാൻ നോക്കി അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. ഈ പിശാചുകളെ കണ്ട് തോറ്റു എന്ന് നമ്മൾ തമാശയായിട്ട് പറയാറില്ല, ശരിക്കും പിശാചുകളെ കണ്ട് തോറ്റു. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.